ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു മല കയറാന്നുള്ളതാണ്. ഒരു ഞായറാഴ്ചയാണ്, ലീവൊക്കെയാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പറഞ്ഞു മല കയറാന്ന്. സമയം ഇപ്പോൾ 2:30-3 മണിയായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ കരിമ്പാറ എന്ന ഒരു പ്ലേസാണ്, പാലക്കാട്ടിൽ തന്നെ കരിമ്പാറ എന്നൊരു സ്ഥലത്ത്. പോത്തുണ്ടി ഡാമിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടും. ഞങ്ങൾ നേരെ ഫ്രണ്ടിൽ കാണുന്ന മലയാണ് നമ്മൾ കയറാൻ പ്ലാനാക്കി. പിന്നെ ഒന്നും നോക്കില്ല, ഒരു 3 മണിയാകുമ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വണ്ടിയൊക്കെ എടുത്ത് നേരെ മലൻ്റെ ചോട്ടിക്ക് അടി നേരെ കയറുന്ന അങ്ങോട്ട് പോയി വണ്ടിയൊക്കെ നിർത്തി അവിടുന്ന് പാക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഫുഡും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് ബാഗിലാക്കി ഫുള്ള് സെറ്റായിട്ട് മെല്ലെ നമ്മൾ കയറാൻ പ്ലാനാക്കണം. നമ്മളൊരു 4-5 പേരുണ്ട്. 5 പേരും കൂടെ ആയിട്ട് മെല്ലെ കയറി ഒരു നല്ലൊരു ഏരിയ എത്തിയപ്പോൾ അവിടെ കുറച്ച് പുൽമേടും അടിപൊളി സ്ഥലം. അവിടെ കുറച്ച് നേരം ഞങ്ങൾ ഇരുന്ന് വിശ്രമിച്ച് ചില്ലൊക്കെ അടിച്ച് എന്നിട്ട് മെല്ലെ കയറാൻ തുടങ്ങിയിട്ടാണ്. ഒരു ഗുണമല്ലേ, പിടിച്ച പുള്ളിക്കൊമ്പ് നോക്കി പിടിടാ, നിനച്ച കാട്ടുപുലി പോലെ അടിടാ, നിനച്ച മുടിടാ, എന്നാ അക്കുന് എന്താണ് ഉറക്കെ പറ, കേക്കണില്ല. അടിപൊളി അടിപൊളി. ആ പൊളി പൊളി. നമ്മൾ ചുരുളിയാണോ? സൂപ്പറാണ്, വളരെ സൂപ്പറാ. ഈ ഒരു ഏരിയയൊക്കെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും അത്യാവശ്യം ടയേർഡായിട്ട് നല്ല ക്ഷീണിച്ച്. ഞങ്ങൾ വെറുതെ ഇരുന്ന് പണിയെടുക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറിയപ്പോൾ ക്ഷീണിച്ച്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തിയപ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് നടന്നു. അതല്ലേ ഇപ്പൊ അമ്പലം, ആ ടവറിന്റെ അവിടെ അമ്പലമാണ്. ആ അമ്പലം, ആ ടവറിന്റെ മഴ വന്നു. ഇവിടെ എത്തിയതും എല്ലാവരും അവിടെ കുറച്ചു നേരം നിന്ന് പിന്നെ ഫോട്ടോസ് എടുക്കലും പരിപാടിയൊക്കെ ആയിരുന്നു. ഞാൻ വീഡിയോസൊക്കെ എടുത്ത് നല്ല കിട്ടില്ല ഷോട്ടൊക്കെ എടുത്തു. നിങ്ങൾ റീൽസ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ടാവും. പിന്നെ അവിടെ കുറച്ചു നേരം കൂടെ പിന്നെ ഫോട്ടോസ് എടുത്ത് നിന്നപ്പോൾ അച്ഛന്മാർ പറഞ്ഞു അപ്പുറത്ത് വേറെ സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോയി കുറച്ചു നേരം ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളും എല്ലാം അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ കുറച്ചുങ്ങൾ നടന്നു വന്നപ്പോൾ ഇവിടെ വേറെ തന്നെ ഒരു കിടിലൻ വ്യൂ. അവിടെ നിന്നും കുറച്ച് നേരം നിന്ന് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. മച്ചാന്മാരാണ് വഴി കാട്ടി, അവരുടെ വീടാണ് അവിടെ. അപ്പം അവർ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, അവർക്ക് വഴിയൊക്കെ നല്ല പരിചയമാണ്. അവരുടെ പരിചയമുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കയറിയത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയപ്പോൾ ആണ് പിള്ളേർ പറഞ്ഞ ഒരു കറക്റ്റ് സ്പോട്ട് എത്തിയത്. അവിടെ നിന്ന് ഒരു കിടിലൻ വ്യൂ ആയിരുന്നു. ശരിക്കും നമ്മളൊരു മല കയറി അതിൻ്റെ ടോപ്പ് എത്തി അവിടെ നിന്ന് കുറച്ചൊന്ന് ഇറങ്ങി. പക്ഷെ ഇവിടെ നിന്ന് ആ പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ അടിപൊളിയായിരുന്നു. അവിടെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് പാട്ടൊക്കെ വെച്ച് നൈസായിരുന്നു. പിന്നെ അവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ കാണാം നമുക്ക്. ആർക്കും മഴ വരുന്നെന്ന് പറഞ്ഞേ ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ട് മഴ പടയുന്നായിരുന്നു വന്ന്. പിന്നെ അവിടെ നിന്ന് ഒരേ പൊളിയായിരുന്നു ഞങ്ങൾ. സ്വർഗം കാണണ്ട നിങ്ങക്ക്, സ്വർഗം ഇതാ അങ്ങ് അകലെ കാണണ്ട. കേസ് ഒരു മല കയറാൻ വന്നിരിക്കുകയാണ്. ഇതുകൊണ്ട് നമുക്ക് പോത്തുണ്ടി ഡാമിന്റെ കിടിലൻ വ്യൂ കാണാം. ഈ സ്വർഗത്തിൽ നിന്നിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കണം. കുറച്ച് കഴിഞ്ഞാൽ കോടമഞ്ഞും കൂടെ വരും, അതും കൂടെ കാണാൻ പറ്റും. നോക്കാം.
കോടമഞ്ഞെത്തിയാ അന്ന് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കിടിലം മഴവില്ല് കാര്യങ്ങളായിരുന്നു. ഇത്രയും കാലം മല കയറിയിട്ട് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിരിക്കുന്നത് ഈ കാണണ്ട നിങ്ങള് മഴവില്ലാട്ടോ അടിപൊളിയായിട്ടുണ്ട് വിഷയം കണ്ടതാ ഏതാ ഫീൽ എന്നറിയോ കണ്ട അത് നമ്മുടെ പോത്തുണ്ടി ഡാം കിടിലനായിട്ട് പോത്തുണ്ടി ഡാമിൽ മഴവില്ല് കൊണ്ട് ഒരു കവാടം ഉണ്ടാക്കി വെച്ചിരിക്കുക ഞങ്ങൾക്ക് കാണാനായിട്ട് അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നത് അടിപൊളിയായിട്ട് കോട വന്നിട്ടുണ്ട് പക്ഷെ ലൈറ്റ് ആയിട്ടുള്ളൂ ഡാൻസ് കളിച്ച് പോടാ ഞങ്ങളങ്ങനെ ഈ സ്വർഗത്തിൽ നിന്ന് യാത്ര പറയുകയാണ്. കുറേ നേരമായി ഒരു 5:30-6 മണിയൊക്കെ ആവാനായി. ഇരുട്ടായി മുന്നേ ഇറങ്ങണം. മറ്റൊരു കിടിലൻ വീഡിയോ കാണാം. ബൈ.